റേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊരു ക്വിക്ക് റിവിഷനാണ്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു കാണും. അപ്പോൾ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ എന്തൊക്കെ ചോദ്യങ്ങളോടൊന്ന് വരാം, അല്ലെങ്കിൽ നമുക്ക് ഫുള്ളൊന്ന് പഠിച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഫുൾ ക്ലാസ് ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റിവിഷൻ, അതുപോലെ തന്നെ എന്താണ് ചോദ്യോത്തരം മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഐഡിയാസ് പുട്ട് ഫോർവേഡ് ബൈ ദ നാഷണൽ മൂവ്മെൻറ്റ്, അല്ലേ? നാഷണൽ മൂവ്മെൻറ്റ് ഉയർത്തി കാണിച്ച എന്തൊക്കെ ഐഡിയകളാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതിലൂടെ വരുന്ന പ്രിയാമ്പിളിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നാണ്, എല്ലാവർക്കും ഒരേ തുല്യ അവകാശം കൊടുക്കണം, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഇക്വാലിറ്റി ഓഫ് പ്രൊഫഷൻ, സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നീ പറയുന്ന മൂല്യങ്ങളെല്ലാം തന്നെ നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്നാണ് എന്തിൽ വരുന്നത്? നമ്മുടെ പ്രിയാമ്പിൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തും പിന്നീട് വന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്താണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ ആർട്ടിക്കിൾസും ഇത് പറയുന്ന നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഐഡിയാസ് പ്രസൻറ്റഡ് ഇൻ ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ദാറ്റ് വർ ഇൻക്ലൂഡ് ഇൻ ദ പ്രിയാമ്പിൾ. ഓക്കെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറഞ്ഞ ഐഡിയാസ് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിയാമ്പിളിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഒന്ന്, സോവറിനിറ്റി ഓഫ് ദ പീപ്പിൾ, അല്ലേ? ആൾക്കാർക്ക് പരമാധികാരം കൊടുക്കുന്ന അവസ്ഥ, ഡെമോക്രസി. സെക്കുലാരിസം, എല്ലാ മതവും ഒരുപോലെയാണ്. സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികമായിട്ടുള്ള എന്താണ് നീതി ഉറപ്പാക്കുക. ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, ബിലീഫ്, വർക്ക്ഷിപ്പ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനകത്തും അതുപോലെ തന്നെ പ്രിയാമ്പിളിനകത്തും ഉള്ളത്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഏറ്റവും വലിയ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനാണ്. പാർലമെൻ്ററി ഡെമോക്രസി വേണമെന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് റിജിഡാണ്, അതുപോലെ തന്നെ എന്താണ് ഫ്ലെക്സിബിളാണ്. എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ മാറ്റാൻ പറ്റത്തില്ല, ചിലത് മാറ്റാനായിട്ട് പറ്റും. ഫണ്ടമെൻ്റൽ റൈറ്റും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഫെഡറലിസം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഗവൺമെൻറ് ആർക്ക്? സെൻട്രൽ ഗവൺമെൻറ്റാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ വരുന്നത് ബൈ ക്യാമറൽ ലെജിസ്ലേഷനും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫൈൻഡ് ആൻഡ് ലിസ്റ്റ് ദ റീസൺസ് വൈ ഇന്ത്യ അഡോപ്റ്റഡ് ഫെഡറൽ സിസ്റ്റം. ഇന്ത്യ എന്തുകൊണ്ടാണ് ഫെഡറൽ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്ന്, ഡെമോക്രസി എന്ന് വെച്ചാൽ ജനങ്ങളുടെ പരമാധികാരമാണ്, അല്ലേ? അപ്പോൾ അതിന് എന്ത് വേണം? സെൻട്രൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന രണ്ട് ഡിവിഷനും അതിന് തുല്യമായിട്ടുള്ളൊരു പവറും വേണം. അതുപോലെ എന്താണ് റീജിയണൽ ഇൻട്രസ്റ്റുകൾ, അല്ലേ? നമ്മളറിയാം ഇന്ത്യ ദാറ്റ് ഇസ് പാരിസ് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റുകളുടെ യൂണിയൻ ആകുമ്പോൾ സ്റ്റേറ്റുകളുടെ ആ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ അതിന് ഫെഡറൽ സിസ്റ്റം വരുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സ്റ്റേറ്റിന് ഇമ്പോർട്ടൻസും വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി വേണ്ടിയിട്ട്, അല്ലേ? വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള ഫിസിയോഗ്രഫി ഉള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നോർത്തിൽ മൗണ്ടൻസ് ആണെങ്കിൽ സൗത്തിൽ കടലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്ന ലെഫ്റ്റ് റൈറ്റ് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലേ, ഒരുപാട് ഡൈവേഴ്സിറ്റികൾ അടങ്ങുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ അവിടെ നമുക്കൊരു രാജ്യം എന്നൊരു യൂണിറ്റിയോടുകൂടി ഭരിക്കണമെങ്കിൽ എന്ത് വേണം? ഓരോരുത്തർക്കും അവരവരുടെ അവകാശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നടത്തി പോകുന്നുണ്ടെന്നുള്ള വിശ്വാസം വേണം. അപ്പോൾ അതിനാണ് നമ്മൾ സിമ്പിളായിട്ട് എന്ത് കൊണ്ടുവന്നത്? ഫെഡറൽ സമ്പ്രദായം കൊണ്ടുവന്നത്. അപ്പോൾ എന്താ ഫെഡറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതിൻ്റെ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇതൊരു അധികാര രീതിയാണ്. അവിടെ എന്താണ് പവർ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആരൊക്കെയായിട്ട്? രണ്ട് ലെവലിൽ. ഏതൊക്കെയായിട്ടാണ്? സെൻട്രലും സ്റ്റേറ്റും എന്ന രീതിയിൽ പവറിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫെഡറലിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഫെഡറലിസം എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ഉത്തരം. ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം എന്തൊക്കെയായിരിക്കും? എല്ലാവർക്കും ഒരു കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന് പരമാധികാരം കൊടുത്തിട്ടുണ്ട്. ഒറ്റ സിറ്റിസൺഷിപ്പാണ്, അല്ലേ? സ്റ്റേറ്റ് വലുതാണെങ്കിലും സിറ്റിസൺഷിപ്പ് ഒന്നാണ്. അതിൽ തന്നെ സെൻട്രലിന് നമ്മൾ അപ്പർ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. ദ്വിതീയ ദ്വിതീയ നിയമനിർമ്മാണമുണ്ട്. ബൈ ക്യാമറൽ ലെജിസ്ലേഷനുണ്ട്. പവർ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ സ്റ്റേറ്റിന്. അതിനുവേണ്ടി ലിസ്റ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ക്വാസി ഫെഡറൽ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ എന്താ നമ്മൾ ക്ലാസ്സിനകത്ത് ക്വാസി ഫെഡറലിനകത്ത് പറഞ്ഞത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടെങ്കിൽ എന്താ ക്വാസി ഫെഡറൽ എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ എത്ര പേര് ക്ലാസ് കണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഇമ്പാർഷ്യലായ ജുഡീഷ്യറി ഉണ്ട്, അതുപോലെ പവർ ഡിവിഷനും പറയുന്നത്. ഇതാണ് എന്ത് ഫീച്ചേഴ്സ്. പരീക്ഷയ്ക്ക് ചോദിക്കുക നല്ല സാധ്യത ഉള്ളൊരു ചോദ്യമാണ്. ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഇത് പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്.
കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഈ പറയുന്ന എന്താണ് ഡിവിഷൻ ഓഫ് പവേഴ്സ് എങ്ങനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റുകളാക്കിയിട്ടാണ് നമ്മൾ പവറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ലിസ്റ്റിനകത്ത് വരുന്നത്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അല്ല യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇവിടെ നിയമം നിർമ്മിക്കാനുള്ള അവകാശം യൂണിയൻ ഗവൺമെൻറ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും. നമുക്ക് വരുന്ന സമയത്ത് അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് 97 വിഷയങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, റെയിൽവേ, ബാങ്കിങ്, സിറ്റിസൺഷിപ്പ് ഒക്കെ ആർക്ക് വരും? സെൻട്രലിന് വരുന്നതാണെങ്കിൽ. സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് എന്തൊക്കെ വരും? അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് തീരുമാനമെടുക്കേണ്ടത്. 66 സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. കൃഷി, ജയില്, പോലീസ്, പഞ്ചായത്തുകളൊക്കെ എന്തിനകത്ത് വരും? സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് വരും. എന്നാൽ രണ്ടുപേരുടെയും തീരുമാനം ആവശ്യമായിട്ടുള്ളതാണ് എന്ത്? കൺകറന്റ് ലിസ്റ്റ്. ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിൻ്റെ അവകാശം ഇവിടെ വേണ്ടി വരും. 47 വിഷയങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെ വരുന്നത്? വിദ്യാഭ്യാസം, വനം, ട്രേഡ്, അതുപോലെ തന്നെ എന്താ ജനനം, മരണം, കല്യാണം, അതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ, ഇതൊക്കെ എന്താണ്? രണ്ടുപേരുടെയും തീരുമാനം വേണ്ടി വരുന്ന ലിസ്റ്റാണ്. നെക്സ്റ്റ് എന്താണ് റെസിഡ്യൂറി പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും കഴിഞ്ഞിട്ട് അല്ലാതെ വന്നതാണല്ലേ റെസിഡ്യൂറി പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നാലും നമ്മൾ ആദ്യം വന്ന 3 ലിസ്റ്റിനകത്ത് ഉൾക്കൊണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പിന്നീട് എന്തായിട്ട് ചേർത്തു? റെസിഡ്യൂറി പവറായിട്ട് ചേർത്തു. ഓക്കെ, അപ്പോൾ ഇത് ആർക്കായിരിക്കും? റെസിഡ്യൂറി പവർ സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് തീരുമാനിക്കേണ്ടതെങ്കിൽ സ്റ്റേറ്റിനെയും കൂടി കൺസിഡർ ചെയ്യണം. ഉദാഹരണം ഇമ്പോർട്ടൻ്റ് ആണ് സൈബർ നിയമങ്ങൾ, അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ കാലത്ത് ഇല്ലാത്തതായിരുന്നു. നെക്സ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഡിവിഷൻ ഓഫ് ഗവൺമെൻറ്, അല്ലെ? പവർ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിട്ടാണ്? ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ്, നിയമം നടപ്പിലാക്കുന്ന ആൾക്കാർ, ജുഡീഷ്യറി അഥവാ നമ്മുടെ കോടതികൾ. അതിൽ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ ലെജിസ്ലേഷൻ ഏതുവഴിയാണ് നടക്കുന്നത്? നിയമനിർമ്മാണം പാർലമെൻറ്റ് വഴിയാണ് നടക്കുന്നത്. പാർലമെൻറ്റിൽ ബൈ ക്യാമറലാണ്. 2 സഭകളുണ്ട്, ലോകസഭയും ഉണ്ട്, രാജ്യസഭയും ഉണ്ട്. എന്താണ് നമുക്ക് ഈ പറയുന്ന ലെജിസ്ലേഷൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം നിർമ്മിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അതുപോലെ പബ്ലിക് ട്രഷറിയുടെ കാവൽക്കാരൻ, നമ്മുടെ ഗവൺമെൻറ് എന്തിനൊക്കെ പൈസ ചിലവാക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് പാർലമെൻറ്റ് ആണ്. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നു. എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നു. ജുഡീഷ്യറിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അവിടെ ഇംപീച്ച്മെൻറ്റും തെറ്റ് വന്നാൽ മാറ്റുന്നതും ആരാണ്? ലെജിസ്ലേച്ചറാണ്. അതുപോലെ തന്നെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റുകൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതും ആരാണ്? നമ്മുടെ പാർലമെൻറ്റ് അഥവാ ലെജിസ്ലേച്ചർ ആണ്. ഡിഫറൻസ് ഒരു ഇമ്പോർട്ടൻ്റ് നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ലോകസഭയും രാജ്യസഭയും തമ്മിലുള്ള വ്യത്യാസം. ലോകസഭയെ നമ്മൾ ലോവർ ഹൗസ് എന്നും രാജ്യസഭയെ നമ്മൾ അപ്പർ ഹൗസ് എന്നും വിളിക്കുന്നു. ലോകസഭയിൽ ഡയറക്റ്റ് ഇലക്ഷൻ വഴി ജനങ്ങളാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ പറയുന്ന രാജ്യസഭയിൽ അങ്ങനെയല്ല. ആരാണ്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നുള്ള ആൾക്കാരാണ് വരുന്നത്. 25 വയസ്സ് മിനിമം ഉള്ള ഒരാൾക്ക് ലോക്സഭ എം പി ആവാം. 30 വയസ്സ് കഴിഞ്ഞാൽ രാജ്യസഭ എം പി ആവാൻ പറ്റുള്ളൂ. ലോക്സഭയുടെ കാലാവധി 5 വർഷം, രാജ്യസഭയുടെ കാലാവധി ഇല്ല. ഒരു മെമ്പറിൻ്റെ കാലാവധി 6 വർഷമാണ്. പക്ഷേ ഒരുമിച്ച് ആരും കയറുകയും ഇറങ്ങുകയും ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? രാജ്യസഭ ഒരു പെർമനൻറ്റ് ഹൗസ് ആണെന്ന് പറയാം. 580 സീറ്റുകളുണ്ട്. അതിലിപ്പോൾ 543 ഫില്ലായിട്ടുള്ളൂ. രാജ്യസഭയിലാണെങ്കിൽ മൊത്തം 250 സീറ്റ്. ലോക്സഭയിൽ പറയുന്ന അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന മെയിൻ കൺട്രോൾ ചെയ്യുന്ന ആൾ സ്പീക്കറാണ്. എന്താണ് രാജ്യസഭയിൽ? അത് വൈസ് പ്രസിഡൻ്റ് ആണ്. ഇനി മണി ബില്ല് നമുക്ക് എവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ? ലോക്സഭയിൽ പറ്റുള്ളൂ. രാജ്യസഭയിൽ മണി ബില്ല് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക, ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഗവൺമെൻറ് ബില്ല്, അല്ലേ? ബില്ലാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? നിയമമായിട്ട് മാറുന്നത്. ബില്ല് 2 തരത്തിലുണ്ട്. ഗവൺമെൻറ് ബില്ലും ഉണ്ട്, പ്രൈവറ്റ് ബില്ലുണ്ട്. എന്താ ഗവൺമെൻറ് ബില്ലെന്ന് വെച്ചാൽ മന്ത്രി അവതരിപ്പിച്ചാൽ അത് ഗവൺമെൻറ് ബില്ല്. മന്ത്രി അല്ലാത്ത മറ്റേതെങ്കിലും പാർലമെൻറ്റ് മെമ്പർ അവതരിപ്പിച്ചാൽ അത് പ്രൈവറ്റ് ബില്ല്. നെക്സ്റ്റ് എന്താണ് മണി ബില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ? ഓക്കെ, പബ്ലിക് എൻകാഷ്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സർക്കാരിൻ്റെ ചിലവിലേക്കായിട്ട് ഖജനാവ്, അതിൽ നിന്ന് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളോ പബ്ലിക് എക്സ്പെൻഡിച്ചറുമായിട്ടോ പബ്ലിക് റവന്യൂമായിട്ടോ വരുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ബില്ലുകളാണ് മണി ബില്ല്. ഇത് എവിടെ പ്രസൻറ്റ് ചെയ്യുള്ളൂ? ലോക്സഭയിൽ മാത്രമേ പ്രസൻറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നോൺ മണി ബില്ല്? മണി ബില്ല് അല്ലാതെ വരുന്ന ഏത് ബില്ലും, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലായിക്കോട്ടെ, ഓർഡിനറി ബില്ലായിക്കോട്ടെ, ഇതെല്ലാം എന്തിനകത്ത് വരും? നോൺ മണി ബിൽസിനകത്ത് വരും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ് മാറുന്നത്? ഒന്ന്, ആദ്യം പാർലമെൻറ്റിൽ ഏത് ഹൗസിലാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവിടെ ഫസ്റ്റ് റീഡിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് തിരുത്തുകൾ വരുത്തി സെക്കൻഡ് റീഡിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് തേർഡ് റീഡിംഗ് ഉണ്ടാവും. ഇവിടെ വെച്ച് നമ്മളത് അപ്രൂവ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യും. അതിനുശേഷം അടുത്ത ഹൗസിലോട്ട് എന്ത് ചെയ്യും? നമ്മളിത് കൊണ്ടുപോകും. അവിടെയും ഇതുപോലത്തെ 3 സ്റ്റേജുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെയും പാസ്സായാലും എന്ത് ചെയ്യും? പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോകും. പ്രസിഡൻറ്റ് ഒപ്പിടുമ്പോൾ എന്താവും? അത് ഒഫീഷ്യൽ നിയമമായിട്ട് മാറും. ഫസ്റ്റ് റീഡിങ്ങിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് റീഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നമ്മൾ ഡിബേറ്റ് അഥവാ ചർച്ച ചെയ്യും. പഠിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യും. തേർഡ് റീഡിങ് ഫൈനൽ സ്റ്റേജ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും കറക്ഷൻ വരുത്താനോ എന്തെങ്കിലും പ്രൊവിഷൻസ് ഒമിറ്റ് ചെയ്യാനോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ വേണ്ടി വരുന്ന ബില്ലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല്.
കോൺസ്റ്റിറ്റ്യൂഷനെ സമയത്തിനനുസരിച്ച് മാറ്റം വരുത്തുക എന്നതാണ് ആരുടെ ഉദ്ദേശം? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ബില്ലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. 3 രീതിയിലാണ് അമെൻഡ്മെൻറ്റുകൾ വരുന്നത്. ഫ്ലെക്സിബിൾ അമെൻഡ്മെൻ്റ് ഉണ്ട്, റിജിഡ് അമെൻഡ്മെൻ്റ് ഉണ്ട്, മോർ റിജിഡ് അമെൻഡ്മെൻറ്റ് എന്നിങ്ങനെ എത്രയുണ്ട്? 3 എണ്ണമാണ് ഉള്ളത്. അതിൽ ആദ്യം വരുന്നതാണ് എന്ത്? ഫ്ലെക്സിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റി വെച്ച് നമുക്ക് പാസ്സാക്കാൻ പറ്റുന്ന ബില്ലുകളാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലെക്സിബിൾ ബില്ലെന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ പേര് മാറ്റുക, ബൗണ്ടറികൾ തീരുമാനിക്കുക, സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി മതി. എന്നാൽ റിജിഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്. അതായത് 543ൻ്റെ മെജോറിറ്റി ഇവിടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എന്താണ്? 2 ഹൗസും അത് പാർലമെൻ്റ് ആക്കണം, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പാസ്സാക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബില്ലാക്കാൻ പറ്റുള്ളൂ. ഫണ്ടമെൻ്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതോ ഡിറക്റ്റീവ് പ്രിൻസിപ്പിളായിട്ട് ബന്ധപ്പെട്ട് വരുന്നതോ ഒക്കെ ഇതിനകത്താണ് വരുന്നത്. മോർ റിജിഡ് എന്ന് പറയുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പെഷ്യൽ മെജോറിറ്റിയും വേണം, അതുപോലെ തന്നെ എന്താണ്? സ്റ്റേറ്റുകളുടെ അപ്രൂവലും വേണം. ഓക്കെ, പകുതി സ്റ്റേറ്റുകളുടെയെങ്കിലും അപ്രൂവൽ ഉണ്ടെങ്കിൽ നമുക്കത് പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട് ഒക്കെ ഇതിനകത്താണ് വരുന്നത്. ഇനി എക്സിക്യൂട്ടീവിലോട്ട് പോകുന്നു. രണ്ടാമത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് എക്സിക്യൂട്ടീവ്. എന്തായിരിക്കും ഇത്? ഇംപ്ലിമെൻറ്റേഷനും അഡ്മിനിസ്ട്രേഷനുമാണ് ചെയ്യുന്നത് അല്ലേ? ഭരണഘടനയെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അത് നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന കാര്യം നോക്കി നടത്തുകയും ചെയ്യുന്നതാണ് എക്സിക്യൂട്ടീവാണ്. അതുപോലെ നമുക്ക് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടാവുമല്ലോ. എന്തൊക്കെ വരും ഇതിനകത്ത്? ഇലക്ട് ചെയ്ത മെമ്പേഴ്സായിട്ടുള്ള പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ എന്താണ് അധികാരത്തിൽ വരുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ എല്ലാം കൂടി ചേർന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. ഇവ എന്തായിരിക്കും ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇമ്പോർട്ടൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ആരാണ് പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റുകളുടെ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡാണ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, മിനിമം 35 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടായിരിക്കണം. പ്രസിഡന്റ് സെലക്ട് ചെയ്യുന്ന ആരാണ്? ഇലക്ടറൽ കോളേജാണ്. എത്ര വർഷത്തേക്ക്? 5 വർഷത്തേക്ക്. നമ്മുടെ ആംഡ് ഫോഴ്സസിൻ്റെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ഫംഗ്ഷൻ എന്തൊക്കെയായിരിക്കും? പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ കാലാവധി കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് അവിശ്വാസ പ്രമേയം വരുമ്പോഴോ പിരിച്ചുവിടുക, അഡ്ജോയിൻ റിസോൾവ് ചെയ്യുക, പ്രൈം മിനിസ്റ്ററിനെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുക, ജഡ്ജിമാരെ, ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരെ, ഗവർണറിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുക, എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എമർജൻസി പ്രഖ്യാപിക്കുക, അഥവാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. പ്രൈം മിനിസ്റ്റർ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദ കൺട്രിയാണ് ആര്? പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇലക്ഷൻ ജയിക്കുന്ന ലീഡർ പാർട്ടിയുടെ അധികാരം എന്താണ്? ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയുടെ ലീഡറാണ് ആരെന്ന് പറയുന്നത്? പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ലോക്സഭയിലാണ് പ്രൈം മിനിസ്റ്റർ അംഗമായിട്ടുള്ളത്. പ്രസിഡന്റിനും ക്യാബിനറ്റിനും ഇടയിലുള്ള ലിങ്ക് എന്ന് പറയുന്ന ആരാണ്? അത് പ്രൈം മിനിസ്റ്ററാണ്. സത്യത്തിൽ ഒരു ആക്ച്വൽ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? അത് പ്രൈം മിനിസ്റ്ററാണ്. ഈ പറയുന്ന നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നിയമമാത്രമായിട്ടുള്ള ഒരാളാണ്. ഇനി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ ജോലി എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? രാജ്യത്തിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള വകുപ്പുണ്ട്, അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, പോളിസികൾ ക്രിയേറ്റ് ചെയ്യുക, ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യുക, ബില്ലും മറ്റു കാര്യങ്ങളും സമയത്തിനനുസരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ലെജിസ്ലേറ്റീവ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ കാര്യങ്ങൾ കൊണ്ടുപോവുക, അതുപോലെ തന്നെ എന്താണ് വെൽഫെയർ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ജോലി. ഇനി പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആര് വരും? അതിനകത്ത് വരുന്നതാണ് നമ്മുടെ ബ്യൂറോക്രാറ്റുകൾ എന്ന് പറയുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, സിവിൽ സർവീസ് ആൾക്കാർ എല്ലാം ഇതിനകത്ത് വരും. ഡേ ടു ഡേ ഓപ്പറേഷൻസ് നോക്കുന്നത് ഇവരായിരിക്കും. കാരണം ഇവരെന്താണ്? ഇവർ പെർമനൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇവർ റിട്ടയർമെൻറ്റ് ഏജ് അല്ലെ, ഒരു 56 വയസ്സോ അല്ലെങ്കിൽ കേന്ദ്രമാണെങ്കിൽ 60 വയസ്സൊക്കെ ആകുമ്പോഴേ ഇവർ എന്ത് ചെയ്യുള്ളൂ? റിട്ടയർ ആവുള്ളൂ. അപ്പോൾ കയറുന്നോട്ട് അതുവരെയുള്ള കാലം അത്രയും അവരവിടെ ഇരിക്കും. അതാണ് പെർമനൻ്റ്. 5 കൊല്ലം കഴിയുമ്പോൾ പോകത്തില്ല. ഇനി ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നിയമം നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്ന ആൾക്കാരാണ് അല്ലേ? എൻഷുവേഴ്സ് ദ ഫംഗ്ഷൻ ഓഫ് ദ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ആണ് ആരുടെ ജോലി? ജുഡീഷ്യറിയുടെ ജോലി. പരമോന്നത കോടതി സുപ്രീം കോടതി, അതിന് താഴെ ഓരോ സ്റ്റേറ്റുകളിലും ഹൈക്കോടതി, അതിന് താഴെ ഓരോ ഡിസ്ട്രിക്റ്റുകളും ഡിസ്ട്രിക്ട് കോടതി, ഡിസ്ട്രിക്റ്റുകൾക്കകത്ത് എന്താണ് സബോർഡിനേറ്റ് കോടതി എന്ന രീതിയിലാണ് ജുഡീഷ്യൽ സിസ്റ്റം പോകുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സുപ്രീം കോടതി. 28 ജനുവരി 1950 ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് രൂപപ്പെടുന്നു. ഈ പറയുന്ന എന്താണ് സുപ്രീം കോടതിയാണ് പരമോന്നത കോടതി എന്ന് പറയുന്നത്. അവസാന തീരുമാനം എടുക്കുന്നത് സുപ്രീം കോടതിയാണ്. ഫണ്ടമെന്റൽ റൈറ്റുകളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ് ആയാൽ 65 വയസ്സ് വരെ എന്ത് ചെയ്യാം? സർവീസിലിരിക്കാനായിട്ട് പറ്റും. നോക്കാം. ആൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി ഈസ് എസെൻഷ്യൽ ടു ഫംഗ്ഷൻ ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം. എന്തുകൊണ്ടാണ്? ഓക്കെ, ഒരു ഇംപാർഷ്യൽ എന്ന് വെച്ചാൽ ആരോടത്തും പക്ഷാപാതമൊന്നും ഇല്ലാത്ത ഒരു ജുഡീഷ്യറി. അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആണ്, ആരുടെയും സൗകര്യത്തിലല്ല വരുന്നത്. സിമ്പിളായിട്ട് പറയാം, ഈ ജുഡീഷ്യറി എന്ന് പറയുമ്പോഴേ ഇവിടുത്തെ വക്കീലന്മാരുടെ ശമ്പളം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശമ്പളം ഒക്കെ
ആരെ കയ്യിൽ നിന്നല്ല വരുന്നത്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഹെഡായിട്ടുള്ള പാർലമെൻറ്റിലെ നമുക്ക് മന്ത്രിയുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു കീഴിലല്ല ഇവരുടെ ശമ്പളമോ കാര്യമൊക്കെ വരുന്നത്. അതിനൊക്കെ പ്രത്യേക ഫണ്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററിനെതിരെ ഒരു വിധി വന്നെന്ന് പറഞ്ഞ് അത് വെച്ചുകൊണ്ട് ആർക്ക്, പ്രൈം മിനിസ്റ്ററിനോ ഭരണകക്ഷിക്കോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജുഡീഷ്യറിയിലുള്ള വക്കീലന്മാരെ ഒന്നും ഒരു തരത്തിലും നമുക്ക് പേടിപ്പിച്ച് നിർത്താനായിട്ട് പറ്റത്തില്ല. അതാണ് അവർ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഗാർഡ് ചെയ്ത്, അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ തെറ്റ് കാണിച്ച് ഇനി മന്ത്രിയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്കെതിരെ കേസെടുക്കാം. തിരിച്ച മന്ത്രിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇവരെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സുപ്രീം കോടതിയുടെ പവർ എന്തൊക്കെയാണ്, നമ്മൾ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞ് പഠിച്ചല്ലേ. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കം, ഫണ്ടമെൻ്റൽ റൈറ്റിന് തർക്കത്തിനൊക്കെ അവസാനം തീരുമാനിക്കുന്നത് ആരാണ്, സുപ്രീം കോടതിയാണ്, മറ്റാർക്കും പറ്റത്തില്ല. ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ അല്ലേ, അപ്പീൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ആളാരാണ്, അത് സുപ്രീം കോടതിയാണ്. മറ്റ് പ്രൈം മിനിസ്റ്ററെ അല്ലെങ്കിൽ പ്രസിഡൻറ്റിനെ ചില കാര്യങ്ങൾ അഡ്വൈസ് കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്, കോടതിക്കുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റുകൾ ഹനിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. നിയമത്തിൽ തെറ്റ് വന്നാൽ ജുഡീഷ്യൽ റിവ്യൂ നടത്താനും ആർക്ക് അധികാരമുണ്ട്, സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഇത്രയും ടോപ്പിക്കാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. നമ്മൾ 2, 3, 4 പാർട്ടായിട്ടിട്ട ക്ലാസ്സിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളെല്ലാം നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ PDF നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. എടുത്ത് അവസാന റൗണ്ട് ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.